കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിൽ ആപദാമിത്ര വോളണ്ടിയർമാർക്കും ജീവനക്കാർക്കുമായി റിഫ്രഷ്മെന്റ് കോഴ്സ് സംഘടിപ്പിച്ചു. കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ മുഴുവൻ ആപദാമിത്ര വോളണ്ടിയർമാരെയും ജീവനക്കാരെയും കൂടുതൽ കർമ്മോത്സുകരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിഫ്രഷ്മെന്റ് ബിഎൽഎസ് കോഴ്സിന് അവസരമൊരുക്കിയത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. വാഹന അപകടങ്ങളിലും ജലാശയ അപകടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളിലും അകപ്പെടുന്നവരെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകിയും CPR നൽകിയും എങ്ങനെ ജീവൻ നഷ്ടപ്പെടാതെ കാത്തുനിർത്താം എന്നതുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം സംബന്ധിച്ചാണ് പ്രധാനമായും ഡോക്ടർമാർ അവബോധം നൽകിയത്. സ്റ്റേഷൻ ഓഫീസർ ആദർശ് അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാഞ്ഞങ്ങാട് നിലയത്തിൽ വെച്ച് ആസ്റ്റർ മെഡിസിറ്റിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു BLSുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് ക്ലാസ്, 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ഡോക്ടേഴ്സും ഒരു എമർജൻസി സ്റ്റാഫും ഉണ്ട് പങ്കെടുക്കുന്നത്. അതുപോലെ നിലയത്തിലെ ആപദാമിത്ര വളണ്ടിയേഴ്സ് 24 ആപദാമിത്ര വളണ്ടിയേഴ്സും ചുരുക്കം ചില സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും പിന്നെ നിലയത്തിലെ ജീവനക്കാർക്കും വേണ്ടിയിട്ട് ആണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡോക്ടർമാരായ ഹൃദയ ജോണി, അഭിഷോ, EMS സ്റ്റാഫ് ദൃശ്യ എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. എങ്ങനെയാ കെട്ടുന്നുള്ളതാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു നോട്ടിടുക. എന്നിട്ട് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പോ അടിയോ പെന്നോ എടുത്തിട്ട് ഇങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ട് ഉള്ളിൽ വെക്കുക. ഇത് അതിനെ ടൈറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പേന തിരിക്കുക എന്നുള്ളതാണ്. തിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രഷർ കൂടും, താഴേക്കുള്ള രക്തോട്ടം കുറയും. മനസ്സിലായില്ലേ? ഈ മിനിറ്റുകളിൽ മരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. നമുക്ക് ശ്രമിക്കും, പക്ഷെ നമുക്ക് കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏർലി ഡെത്താണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലേ? അപ്പൊ ഈ ഇമ്മീഡിയറ്റ് ഡെത്തും ഏർലി ഡെത്തും എന്തൊക്കെ കൊണ്ട് സംഭവിക്കാം? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആരിലും? പെട്ടെന്ന് വരുന്ന മരണം, അപകടം സംഭവിച്ച് പെട്ടെന്ന് വരുന്ന മരണം എന്തുകൊണ്ടായിരിക്കും? സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗണേശൻ കിണറ്റുങ്കര, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ദിനേഷ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.